ഇതെന്ന് പറയുന്നത് ഇത് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയും. ആള് ലീവിന് വന്നപ്പോ കൊണ്ടുവന്നതാണ് ഒരു തവണ സ്നേക്ക് ഫ്രൂട്ട്. ഞങ്ങൾ അതിന്റെ സീഡ് നട്ടിട്ടുണ്ടായതാണ്. ഇതും ഒരുപാട് ഫ്ലവർ ചെയ്തായിരുന്നു, പക്ഷെ ഇത് ഉണ്ടാവണില്ല. നമ്മളുടെ കാലാവസ്ഥയിലും ഇത് പിടിക്കേണ്ട സാധനമാണ്. പക്ഷെ ഇതേവരെയും ഒരുപാട് ഫ്ലവർ ഇട്ടെങ്കിലും നമുക്ക് ഇതിന്റെ ഫ്രൂട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. തെങ്ങ് പോലെ ഇങ്ങനെ നിൽക്കും അല്ലാണ്ട്. അപ്പോ നമുക്ക് റംബൂട്ടാന് വെയിലിന് പ്രശ്നം വന്നത് കൊണ്ട് ഇതിനെ മൊത്തം നമ്മൾ വെട്ടിക്കളഞ്ഞേക്കണതാണ് ഇപ്പോ. റംബൂട്ടാന് നല്ല വെയിൽ വേണമല്ലോ, അപ്പൊ അതിന് നമുക്ക് വെയിൽ കുറവ് വന്നത് കൊണ്ട് മാത്രം അതിനെ മൊത്തം വെട്ടിക്കളഞ്ഞു. അത് ഫ്ലവർ ചെയ്യണ മാത്രമേ ഉള്ളൂ. ഒരുപാട് കാലങ്ങളായി ഫ്ലവർ ചെയ്യൽ തുടങ്ങിയിട്ട്, പക്ഷെ ഫ്രൂട്ട് ആവണില്ല. അതുകൊണ്ട് നിരാശ തോന്നിയപ്പോ നമ്മളതൊക്കെ വെട്ടിക്കളഞ്ഞ് എന്തായാലും റംബൂട്ടാനെ കെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഒരുവിധം വെയില് കാണുന്ന എല്ലായിടത്തും നമ്മൾ അത് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. വെയിലില്ലാത്തടത്ത് അതിന് പറ്റിയ ചെടികൾ. ഇത് പാകിസ്ഥാൻ മൽബറി എന്ന് പറയും, നല്ല നീളത്തിലുള്ള മൽബറിയാണിത്. ഇതും ഒരുപാട് ഫ്ലവർ ചെയ്തെങ്കിലും ഇത് നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടണില്ല. നമ്മുടെ മാംഗോസ്റ്റീൻ സാധാരണ എല്ലായിടത്തും നമ്മളിത് ബഡ്ഡിങ് തൈ ഒന്നുമല്ല, ഇത് നമ്മളുടെ സാധാ തൈയാണ്. ഇത് ഒരു 5 വർഷമായ തൈയാണിത്. ഇനി ഒരു 3 വർഷം കൊണ്ട് നമുക്ക് സെറ്റായി ഫ്രൂട്ടായി കിട്ടും. ഇതിമേ ഇപ്പോ ഇതളുകൾ വന്നിട്ടുണ്ട്. സാധാരണ വർഷത്തിലാണ് ഇതില് നമുക്ക് മിക്കയിടത്തും കണ്ടേക്കണത് ഓരോ ഇലകളൊക്കെ വന്നിട്ട്. നമുക്കിത് 2 മാസം കൂടുമ്പോ എപ്പോഴും നമുക്ക് പുതിയ ഇലകൾ വരാറുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ അടുത്ത ഇലകൾ വന്നു തുടങ്ങിയേക്കണം. മാംഗോസ്റ്റീൻ സാധാരണ വളരെ സ്ലോവിലാണ് ഇലകൾ വരത്തുള്ളൂ. നമുക്ക് അപ്പുറത്തൊരു വേറെ പറമ്പുണ്ട്, അവിടെ ഉണ്ട് കുറച്ച് ഇതേപോലെ ഫ്രൂട്ടുകൾ. നമുക്ക് ഇനി അവിടെ പോയി നോക്കാം. ഇവിടെ വെള്ളം മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കിട്ടും. അപ്പൊ ആ വെള്ളത്തിൽ നടാൻ പറ്റിയ ചെടികളാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളൂ. അതിലൊന്നാണ് ഇത് ലോങ്കന്റെ ഈ പറഞ്ഞ പോലെ 2 വെറൈറ്റിയാണ് നമ്മളുടെ അടുത്തുള്ളത്. അതിലൊരെണ്ണമാണ് ഇത്. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കിപ്പോ പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വർഷം കൂടി കഴിഞ്ഞാൽ അതിൽ എന്തായാലും കായ ഉണ്ടാവും. ലോങ്കൻ നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ലോങ്കൻ. ഇനി അടുത്തായിട്ട് നമുക്കിവിടെ ഉള്ളത് സ്ട്രോബെറി പേരയാണിത്. സ്ട്രോബെറി പേര നമുക്കിതൊരു ഫ്ലേവർ ചെയ്തോ ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അങ്ങനെ തന്നെ നിർത്തി. ഉണ്ടായിട്ടില്ല ഇതേവരെ. അത് എല്ലായിടത്തും അങ്ങനെ പിടിക്കൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് പുലാസാൻ. നമ്മളുടെ റംബൂട്ടാന്റെ തന്നെ വേറൊരു ടൈപ്പ് ഫ്രൂട്ടാണ് പുലാസാൻ. പക്ഷെ റംബൂട്ടാനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത്. നമ്മൾ നട്ടപ്പ് തുടങ്ങി നല്ല രീതിയിൽ ബുഷിയായിട്ട് തന്നെ വളരുന്നുണ്ട്. ഇനി അതും ഒരു 3 വർഷമൊക്കെ പിടിക്കും സെറ്റായിട്ട് നമുക്ക് ഫ്രൂട്ടായിട്ട് കിട്ടാൻ. നമുക്കിത് നനയ്ക്കാനായിട്ടൊക്കെ മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് ചെയ്തേക്കുന്നത് കണ്ടോ. അതുകൊണ്ട് നമ്മൾക്കിത് നനച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ നാട്ടിൽ കാണുന്ന ഞാവൽപ്പഴം, ഇത് ആളുടെ ഒരു താല്പര്യത്തിന് നട്ടു വെച്ചേക്കണതാണ്. നമുക്ക് തന്നെ സീഡ് മുളച്ചുണ്ടായതാണ്, അപ്പൊ അത് നട്ടു. പിന്നെ അടുത്തത് പ്ലാവ്, നമ്മള് വിയറ്റ്നാം വേലിയാണത് ഇനം. നല്ല വെയിൽ ഇപ്പൊ അതിന് കിട്ടി തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഫുള്ള് വാഴയായിരുന്നു, അപ്പൊ അതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞ് ഇപ്പൊ അതിന് വെയിലായി തുടങ്ങിയപ്പോ അതൊന്ന് ഉഷാറായി വരണതേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇത് വീണ്ടും ജബോട്ടിക്കാവ തന്നെയാണ്. ജബോട്ടിക്കാവയുടെ വേറൊരു വെറൈറ്റി. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ഉണ്ടോ. ഇതിന്റെ ഈ ഒരു തണ്ടയിലാണ് നമുക്കിതിന് മുന്തിരി ഉണ്ടാവുന്നത്. മരമുന്തിരി എന്നാ ഇതിനെ പറയാം. ഈ തണ്ട് ഭാഗത്താണ് ഇത് കംപ്ലീറ്റ് ഉണ്ടാവുക. എന്തായാലും ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്ക് ഇതും കായ്ച്ചു കിട്ടും. വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ലോങ്കന്റെ വേറൊരു വെറൈറ്റിയാണിത്. പേരൊക്കെ ഹസ്ബൻഡിനെ ക്ലിയർ ആയിട്ട് അറിയുള്ളൂ, എന്തൊക്കെയോ പേര് പറയണ കേൾക്കാം. ഇത് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്ക് എല്ലാവരും കായ്ച്ചു കിട്ടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് നമ്മുടെ അടുത്തത് ഇനി ചെറിയാണ്. ചെറി എന്ന് പറയുമ്പോൾ അതിന്റെ ഏതാണെന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, അതും ഹസ്ബൻഡിനെ അറിയത്തുള്ളൂ. എന്തായാലും നമ്മൾ നട്ട ശേഷം നല്ല ഉഷാറായിട്ട് അത് വന്നിട്ടുണ്ട്. ഒരു ചക്കയാണ് ഇത്. നമ്മൾ ക്യാൻസറിനൊക്കെ ഒരുപാട് കഴിക്കണ ഒരു ഫ്രൂട്ട് ആണ് ഇത്. പക്ഷെ നമുക്ക് ഫ്ലവറിങ് ഉള്ളൂ, അത് ഉണ്ടായിട്ടില്ല ഇതേവരെ. നമുക്ക് ടെറസിന്റെ മുകളിലുണ്ട് 1-2 ഫ്രൂട്ട്, അതും കൂടി നോക്കാം.